കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി മുഖ്യമന്ത്രി പാലക്കാടെത്തി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ജില്ലാതല യോഗം ചേർന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പാലക്കാട് ജില്ലാതല യോഗം ചേർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തു. ഇവർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകി. കേരളത്തിന്റെ വികസനത്തിന് പിണറായിയുടെ നേതൃത്വം അനിവാര്യമായിരുന്നുവെന്ന് മുഖാമുഖത്തിൽ പങ്കെടുത്ത മുൻ DCC പ്രസിഡന്റും MLA-യുമായിരുന്ന AV ഗോപിനാഥ് പറഞ്ഞു. കേരളത്തിൻ്റെ വികസനത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വം അനിവാര്യമായിരുന്നു. ഭരണാധികാരിയെ ഭയം ഉണ്ടാകണം. കാരണം ഭരണാധികാരി അഴിഞ്ഞൊഴിഞ്ഞ് നടക്കുന്ന ഒരാളായാൽ വികസനം ഉണ്ടാകാൻ കഴിയില്ല, ക്ഷേമം ഉണ്ടാകാൻ കഴിയില്ല. ഈ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. മുഖാമുഖത്തിലെ അഭിപ്രായങ്ങൾ വെറുതെ ആവില്ലെന്ന് തെളിയിച്ചയാളാണ് മുഖ്യമന്ത്രിയെന്ന് എഴുത്തുകാരൻ വൈശാഖൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ഇടയ്ക്കേക്ക് ഇറങ്ങി വരികയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. അക്കാര്യത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് വലിയ ആദരവാണുള്ളത്. ഇതിനു മുമ്പുള്ള മുഖാമുഖങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 1-2 അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാം നോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം വെറുതെ അല്ല ഒന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പാലക്കാട് ചേർന്ന ജില്ലാതല യോഗത്തിൽ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, GR അനിൽ, AK ശശീന്ദ്രൻ, MLA-മാർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.